അഫാന്റെ കേസുമായി ബന്ധപ്പെട്ട് അഫാനും ഉമ്മയും തമ്മിലുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയിട്ടുള്ള കൊലപാതകം അത് ഉമ്മയെ അറിയിച്ച ശേഷം ഉമ്മയുടെ പ്രതികരണം ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാർത്തകളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പുതിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ പലപ്പോഴും ഇയാൾ എന്തിനാണ് ഇത് ചെയ്തത് എന്നതിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉമ്മ ഷെമിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു ആളുകൾക്കിടയിൽ അന്വേഷണ സംഘത്തിനിടയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഷെമിക്ക് കാര്യമായൊരു പങ്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു, ഇനി അതല്ലെങ്കിൽ ഇവരെന്തെങ്കിലും മറയ്ക്കുന്നുണ്ടായിരിക്കും? അത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. കാരണം ഈ അഫാൻ ഈ ക്രൂരതയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച അന്ന് രാവിലെ ഫെബ്രുവരി 24 രാവിലെ ഉമ്മയുമായി സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഉമ്മ പറയുകയാണ്, ഇത്രയും രൂപയുടെ കടമുണ്ട്, 65 ലക്ഷം രൂപയുടെ കടമുണ്ട്, ഈ കടം നമ്മളെ കൊണ്ട് ഇനി വീട്ടാൻ കഴിയില്ല, അപ്പോൾ നമുക്കിനി മരണം തന്നെ മുന്നിലുള്ളൂ, അപ്പോൾ നമുക്കത് ചെയ്യാം എന്നൊക്കെ ഉമ്മ പറയുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ അഫാൻ പറയുന്നു, എന്നാൽ ആദ്യം ഉമ്മ വയ്ക്കോ, പിന്നീട് ഞാനും അനുജനും അങ്ങ് വന്നോളാം എന്ന് പറയുന്നു. ഉമ്മ തലയിലിട്ടിരുന്ന ഷോളിനെ അപ്പോൾ തന്നെ അഫാൻ ഉമ്മയുടെ കഴുത്തിലേക്ക് വലിഞ്ഞു മുറുക്കുന്നു. എന്നിട്ട് അവരെ തല പിടിച്ച് ഭിത്തിയിൽ അടിക്കുന്നു. അതിനുശേഷം അവരെ റൂമിൽ പൂട്ടിയിട്ട്, മരിച്ചു എന്ന് കരുതി റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷമാണ് അഫാൻ വാഹനവും എടുത്തുകൊണ്ട് പോകുന്നത് 88 വയസ്സുള്ള ഉമ്മൂമ്മയുടെ അടുത്തേക്കാണ്. അവിടെ പോയിട്ട് പറയുകയാണ്, എൻ്റെ ഉമ്മ പോയടി, നീ കാരണമാണ് എൻ്റെ ഉമ്മ പോയത്, എൻ്റെ ഉമ്മയെ സഹായിക്കാൻ ആരുമില്ല, അതുകൊണ്ടാണ് എൻ്റെ ഉമ്മ പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മുമ്മയും തീർക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് റിലാക്സായി കുറച്ച് സമയം 6 മണിക്കൂർ ഓടി നടന്നാണ് ഈ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓടി നടന്ന് അതിനുശേഷമാണ് ലത്തീഫിൻ്റെ വീട്ടിൽ വരുന്നത്. ലത്തീഫിനെയും ഭാര്യയും തീർക്കുന്നു. അതിനുശേഷം ഫോണ് ശബ്ദിക്കുന്നത് ഇയാൾക്ക് വലിയ ശല്യമാകുന്നു. എന്നിട്ട് ഫോണ് വലിച്ചെറിയുകയാണ്. ആ ഫോണ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് കാമുകിയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ കാമുകിയോട് ചോദിക്കുന്നു, ഞാൻ വാഹനം പിടിച്ച് മരിച്ചാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ പറയുന്നു, നീ പോകുന്നിടത്തേക്ക് ഞാനും വരും, നീ ഇല്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അവളിൽ നിന്നും അവളെ തീർക്കാനുള്ള അവന് സമ്മതം കിട്ടിയിരിക്കുന്നു. അങ്ങനെ അവരെയും തീർക്കുന്നു. കുഴിമന്തി വാങ്ങാനായി സഹോദരനെ പറഞ്ഞയക്കുന്നു. കുഴിമന്തി വാങ്ങി തിരിച്ചു വന്ന സഹോദരൻ അത് കഴിക്കാൻ പോലും സമ്മതിക്കാതെ സഹോദരനെ തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അഫാന് ഇതിലൊക്കെ ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. കാരണം ഉമ്മ ഇത് പറഞ്ഞു എന്നാണ് പോലീസിനോട് അഫാൻ പറയുന്നത്. ഈ 65 ലക്ഷം രൂപയുടെ കടം ഉമ്മയാണ് ഉണ്ടാക്കിയത്. ഉമ്മയുടെയും മകൻ്റെയും ആർഭാട ജീവിതമാണ് ഇത്തരത്തിൽ കടബാധ്യതകൾക്ക് കാരണം. റഹീം ഗൾഫിലിരുന്ന് അല്ലെങ്കിൽ പ്രവാസിയായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് 15 സെൻറ്റ് സ്ഥലവും ഒരു വീടും സ്വന്തമാക്കിയിരുന്നു. അത്യാവശ്യം റോഡ് സൈഡിലുള്ള ഒരു വീടാണ്. ആ വീടും വസ്തുവും വിറ്റാൽ തന്നെ ഇവർക്ക് കടങ്ങൾ തീർത്ത് നേരെ അതായത് ജീവിക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അതിലേക്ക് ഇവർ കടന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീടിൻ്റെ ആധാരം 15 ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ ലോണാണ്. ഇത് മാത്രമാണ് റഹീമിന് അറിയാവുന്ന ഏക കാര്യം. ബാക്കി കടങ്ങളെക്കുറിച്ച് ഇപ്പോൾ അച്ഛന് സൗദി അറേബ്യയിൽ 75 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു എന്ന് അഫാൻ പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിത്തരിച്ചു പോയി എന്നാണ്. എനിക്ക് അത്രയും ലക്ഷത്തിൻ്റെ കടമില്ല, എൻ്റെ അറിവിൽ ആ കൂടി 15 ലക്ഷം രൂപയുടെ കടമേ ഉള്ളൂ, പിന്നെ 5 ലക്ഷം രൂപ ആരിൽ നിന്നൊക്കെ വാങ്ങി, മൊത്തം 20 ലക്ഷം രൂപയുടെ കടമേ എൻ്റെ അറിവിലുള്ളൂ, അത് വീട്ടാവുന്നതേ ഉള്ളൂ. കാരണം ഈ വീട് വസ്തു വിൽക്കാൻ വീട്ടാവുന്ന കടമേ ഉള്ളൂ. പിന്നെ എന്തിനാണ് മകനും ഭാര്യയും ഇത് ചെയ്തത് എന്നുള്ളതാണ്. ഈ ബാക്കിയുള്ളവരൊക്കെ നിഷ്ഠൂരമായി ഇയാൾ തീർത്തപ്പോൾ എന്തുകൊണ്ട് ഉമ്മ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവരുടെ ആയുസ് കുറച്ചുകൂടി ദൈവം നീട്ടിക്കൊടുത്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ബാക്കിയുള്ളവരുടെയൊക്കെ മരണം ഉറപ്പാക്കുന്നത് വരെ ഇയാൾ ഉപദ്രവിച്ചു. മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇയാൾ അവിടെ നിന്നൊക്കെ പോയത്. ഇപ്പോൾ അനിയനെ തന്നെ തീർക്കുന്നതിന് ശേഷം, അനിയൻ്റെ മരണം വരെ ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇയാൾ കുളിച്ച് വസ്ത്രം മാറി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അപ്പോൾ ഉമ്മയെ മാത്രം വെറുതെ വിട്ടത് എന്തിനാണ്? മാത്രമല്ല ഷെമി ഇപ്പോൾ പറയുന്നത്, എനിക്ക് അഫാനെ കാണണം, അഫാനെ ഞാൻ കണ്ടിരിക്കും, അഫാനോട് എനിക്ക് സംസാരിക്കണം, അഫാനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നീ പെട്ടു, ഇനി എന്നെയും കൂടെ പെടുത്തരുത് എന്ന് പറയാനാണോ ഷെമി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഈ അമ്മയ്ക്കും മകനും മാത്രം അറിയാവുന്ന രഹസ്യങ്ങളുണ്ട്.
23 വയസ്സ് അഫാന് പ്രായമുള്ളൂ എങ്കിൽ പോലും വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കിയിരുന്നത് അഫാനാണ്. അമ്മയുടെ ചിട്ടി, ഈ അമ്മ പുറത്തു നിന്ന് ഈ ചിട്ടി പൊളിഞ്ഞപ്പോൾ അമ്മ പുറത്തു നിന്ന് കടം വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മുഴുവൻ കാര്യങ്ങൾ അഫാൻ അറിയാം. അമ്മ ആരിൽ നിന്നൊക്കെ പണം വാങ്ങി, അഫാന്റെ രഹസ്യങ്ങൾ മുഴുവൻ ഉമ്മയ്ക്കും അറിയാം. ഈ രഹസ്യങ്ങൾ അറിയുന്ന രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ ഒക്കെ ഈ ഇല്ലായ്മ ചെയ്യാനുള്ള കാരണം എന്താണ്? ബാക്കിയുള്ളവരെയൊക്കെ ഇല്ലായ്മ ചെയ്തതിന് പിന്നിൽ ഈ മാനസിക രോഗി എന്ന് വരുത്തി തീർക്കാൻ ഇയാൾ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തും. പക്ഷെ പോലീസും മാനസിക രോഗ വിദഗ്ധരും പറയുന്നു ഇയാൾക്ക് മാനസികമായി ഒരു പ്രശ്നവുമില്ല എന്ന്. അപ്പോൾ ഇയാൾക്ക് മാനസികമായ ഒരു പ്രശ്നവുമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ ഈ കാര്യങ്ങൾ, ഈ മനസാക്ഷി തന്നെ ഞെട്ടിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ഇയാൾ എന്തിനാണ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം. ഈ ചോദ്യത്തിന് ഇന്ന് വരെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ പാർത്തൻ ആലോചിച്ച് നോക്കും, മറ്റേത് ഇത്തരം കൃത്യങ്ങൾ നടന്നാലും അതിൻ്റെയൊക്കെ മോട്ടീവ് 1-2 ദിവസത്തിനകം പുറത്തു വരും. ഇപ്പോൾ ഗ്രീഷ്മയുടെ വിഷയം തന്നെ എടുത്താൽ, ഗ്രീഷ്മ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ തൻ്റെ ദൃശ്യങ്ങൾ, തൻ്റെ നഗ്നമായ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ കാണിക്കുമെന്നുള്ള ഭയം, തന്നെ ജീവിക്കാൻ ഷാരോൺ അനുവദിക്കില്ല എന്നുള്ള ഭയം കൊണ്ട് അവൾ അത് ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്കത് ന്യായീകരിക്കാൻ പറ്റില്ല, മോട്ടീവാണ്. ഇപ്പോൾ കഠിനംകുളത്ത് ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാൾ ഇല്ലാതാക്കി, അതിന് മോട്ടീവ് ഉണ്ട്. കാരണം എൻ്റെ കൂടെ ജീവിക്കാൻ വിളിച്ചിട്ട് അവൾ വന്നില്ല, അതൊരു മോട്ടീവാണ്, ന്യായീകരിക്കാവുന്ന അല്ലെങ്കിൽ അതൊരു മോട്ടീവാണ്. ഇപ്പൊ എത്ര കൊലപാതകങ്ങൾ അല്ലെങ്കിൽ എത്ര ആളുകളെ ഇത്തരത്തിൽ തീർക്കുന്നു, അതിനൊക്കെ ഒരു മോട്ടീവ് ഉണ്ട്. ഈവൻ ഒരു തീവ്രവാദികൾ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയാൽ അതിനൊരു മോട്ടീവ് ഉണ്ട്, അല്ലേ? ശത്രു രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളൊരു മോട്ടീവ്. ഇവിടെ എന്താണ് ഇയാൾ ഈ ഇല്ലായ്മ, ഈ 6 പേരെ ഇല്ലായ്മ ചെയ്തതിലുള്ള മോട്ടീവ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർ മൗനം പാലിക്കുന്നു, അവിടുത്തെ മഹൽ കമ്മിറ്റി മൗനം പാലിക്കുന്നു, കേരളത്തിലെ പോലീസ് മൗനം പാലിക്കുന്നു. ഇത് അറിയാവുന്ന ഉമ്മ കള്ളം മാത്രമേ പറയുന്നുള്ളൂ. അച്ഛൻ്റെ സഹോദരിമാർ പറയുന്നത് ഫർസാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ കടങ്ങളൊക്കെ വാങ്ങിയത്, ഫർസാനയുമായി ടൂറ് പോകാനും ഫർസാനയുമായി കറങ്ങാനും ഫർസാനയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനുമാണ് ഇയാൾ ഈ കടങ്ങളൊക്കെ വാങ്ങിയത് എന്നാണ്. ഇത്രയും കടമുണ്ടായത് അങ്ങനെയാണെന്ന് പറയുന്നു. ആ പെൺകുട്ടിയുടെ മാല തന്നെ 90,000 രൂപയ്ക്ക് വാങ്ങി പണയം വയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കുടുംബക്കാർ, നാട്ടുകാർ, മഹൽ കമ്മിറ്റി ഒക്കെ ഇത് മറക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഉസ്താദുമാരോ തങ്ങളുമാരോ ഏതെങ്കിലും ഒരു മുസ്ലിയാർമാരോ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മറ്റെവിടെയെങ്കിലുമാണ് സംഭവിച്ചതെങ്കിൽ ഇവരൊക്കെ ഈ പ്രശ്നത്തെ ഏതൊക്കെ തരത്തിൽ സംസാരിച്ചനെ സമൂഹത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങളിതൊന്നും കാണരുത് കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പ്രസംഗിച്ചത്. ഇവിടെ ഏതെങ്കിലും ഈ പറയുന്ന പിന്നെ സ്വർഗത്തിൽ വരെ പോയി ഹൂറികളെയും മദ്യപ്പുഴയും പിന്നെ ഒരു 120 മുറികളും ഒക്കെ ആപ്പിളും ഒക്കെ കണ്ട ഏതെങ്കിലും തങ്ങളുമാർ ഇവിടെ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിംമാരോ ഏതെങ്കിലും ഇമാമാരോ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ അഫാനെ കുറിച്ചൊരു വാക്ക് ചെയ്തത് തെറ്റാണെന്നെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഈ വെഞ്ഞാറമ്മയുടെ ഒരു മഹൽ കമ്മിറ്റി ഉണ്ടാകുമല്ലോ, ഇയാൾ 5 നേരം നിസ്കരിക്കുകയല്ലേ? 5 നേരം നിസ്കരിക്കുകയും പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുകയും മനുഷ്യരെ അതിനപ്പുറം സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആളാണ്. കുടുംബത്തിൻ്റെയും സഹോദരങ്ങളെ അതിനപ്പുറം സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആളാണ് ഈ വലിയ ഇല്ലായ്മ നടത്തിയതും. എന്നിട്ട് ഇയാളെ കുറിച്ചൊരു വാക്ക് മിണ്ടാനോ സംസാരിക്കാനോ അവിടുത്തെ നാട്ടുകാരെങ്കിലും മുതിരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ ആരും അറിയാത്ത വലിയ നിഗൂഢമായ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പുറത്തു വിടാൻ പോലീസും തയ്യാറാകുന്നില്ല. ചില സമ്മർദ്ദങ്ങൾ ചിലപ്പോൾ പോലീസിനും ഉണ്ടാകാം. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ആളൂരൊക്കെ അഫാന് വേണ്ടി രംഗത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ ആളൂര് പോലും ഇത്തവണ രംഗത്തെത്തിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തൂക്കുകയർ പ്രതീക്ഷിക്കാം. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കേസ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന്റെ യഥാർത്ഥ മോട്ടീവ് കോടതിയിൽ ഹാജരാക്കാൻ അല്ലെങ്കിൽ കോടതിയിൽ തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അഫാന് അനുകൂലമായിട്ട് വരും. കാരണം ഇതിന്റെ മോട്ടീവ് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഇവർ പറയുന്ന കഥ അനുസരിച്ചാണെങ്കിൽ ഇവരെല്ലാം കൊന്നതിന് ശേഷം അഫാൻ ആത്മഹത്യ ചെയ്യണം, അതാകുമ്പോൾ ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ അഫാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണ്? അപ്പോൾ ഈ പറഞ്ഞ കഥകളെല്ലാം വെറുതെ ആവുന്ന ഒരു അവസ്ഥയിൽ ഈ കാര്യങ്ങൾ പോകും. എന്തായാലും ധന്യ പറഞ്ഞതുപോലെ ഇതൊരു കുഴഞ്ഞു മറിയുന്ന കേസാണ്.
ഇതിൻ്റെ യഥാർത്ഥ വശങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ്, അതായത് ഈ പറയുന്നത് പോലെ ഈ എന്താണ് കുറ്റാന്വേഷണ റിപ്പോർട്ട് കൃത്യമായി കിട്ടിയാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ സമയത്തും യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കണ്ടറിയാം. എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരും. കാരണം ഒരു മാസം ആകാൻ പോകുന്നു. ഒരു മാസമായിട്ട് പോലീസിന് ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അയാൾ ഈ തെളിവെടുപ്പ് സമയത്തൊക്കെ ഒരു കൂസലും ഇല്ലാതെയാണ് കാര്യങ്ങൾ വിവരിക്കുന്നത്. അയാൾക്കൊരു പശ്ചാത്താപമില്ല, ഒരു കൂസലില്ല. അയാളെ രക്ഷപ്പെടുത്തുമെന്ന് ആരൊക്കെ അയാളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് പോലെയാണ് അയാളുടെ ഓരോ നീക്കങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എനിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് വേണം, ഇയാൾ ടൂർ പോയതൊന്നും അല്ലല്ലോ ജയിലിൽ, എനിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് വേണം, എനിക്ക് ചിക്കൻ വേണം, മീൻ വേണം, മട്ടൻ വേണം, ബിരിയാണി വേണം എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം, നീ ധൈര്യമായിരിക്കൂ എന്ന് ഇയാളുടെ പിന്നിൽ ഒരു വൻ ശക്തിയുണ്ട്. അത് വിശ്വസിച്ചാണ് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും ഇയാൾ രക്ഷപ്പെടുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും.